ഫെബ്രുവരിയിൽ അംഗീകരിച്ച ഇടക്കാല വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കാനുള്ള ഇന്ത്യ-US ചർച്ച ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. ഇന്ത്യൻ സംഘത്തെ വാണിജ്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിനും US സംഘത്തെ ബ്രണ്ടൻ ലിഞ്ചും നയിക്കും. ഫെബ്രുവരി 7-നാണ് ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ചട്ടക്കൂട് അന്തിമമാക്കുന്ന സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ തീരുവ 50% നിന്ന് 18% കുറയ്ക്കാൻ US സമ്മതിച്ചിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള 25% തീരുവ നീക്കം ചെയ്യുകയും ബാക്കി 25% 18% താഴ്ത്തുകയുമായിരുന്നു. US-ന്റെ ഭക്ഷ്യകാർഷിക വ്യവസായിക ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, സോയാബീൻ, എണ്ണ, വൈൻ തുടങ്ങിയവയ്ക്ക് തീരുവ ഒഴിവാക്കാനോ കുറയ്ക്കാനോ ഇന്ത്യ സമ്മതിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഫെബ്രുവരി 20-ന് ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്പര തീരുവകൾ റദ്ദാക്കാൻ US സുപ്രീം കോടതി ഉത്തരവിട്ടു. തുടർന്ന് കരാർ അന്തിമമാക്കാനുള്ള ചർച്ച മാറ്റിവെക്കുകയായിരുന്നു. കോടതി വിധി പ്രകാരം തീരുവ ഘടന മാറിയത് കരാറിന്റെ ചട്ടക്കൂടിലും പ്രതിഫലിച്ചേക്കാം. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 99% പൂർത്തിയായെന്ന് US അംബാസഡർ സെർജിയോ ഗോർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ വ്യാപാര ചർച്ചകളുടെ തുടർച്ചയാണിത്. വിപണി ലഭ്യത, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, താരിഫ് ഇതര തടസ്സങ്ങൾ, വ്യാപാര സൗകര്യം, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങളിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചരക്ക് സേവന മേഖലകളിലായി $20 ബില്യൺ നിന്ന് $220 ബില്യൺ ഈ വ്യാപാര ബന്ധം വളർന്നതെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് അത്യാധുനിക AI ചിപ്പുകളുടെ കൈമാറ്റം അമേരിക്കൻ വാണിജ്യ വകുപ്പ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഔഷധ മേഖലയിലും ബഹിരാകാശ രംഗത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിശക്തമാണെന്ന് അംബാസഡർ വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ആവശ്യമായ ജനറിക് മരുന്നുകളും 40% ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. വരും വർഷത്തിൽ ഔഷധ മേഖലയിൽ ഉൾപ്പെടെ ഏകദേശം $20.5 ബില്യൺ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഉറപ്പാക്കാൻ US ഡിപ്ലോമാറ്റിക് മിഷനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കയറ്റുമതി നിയന്ത്രണ സംവിധാനങ്ങൾ ആധുനീകരിക്കുന്നതിലൂടെ സാങ്കേതിക സഹകരണം കൂടുതൽ ദൃഢമാക്കാനാണ് ഇന്ത്യയും US-ഉം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ചരക്ക് സേനാ മേഖലകളിലായി $20 ബില്യൺ നിന്ന് $220 ബില്യൺ ഈ വ്യാപാര ബന്ധം വളർന്നതെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി. കരാർ നടപ്പായാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുകയും സപ്ലൈ ചെയിൻ, ടെക്നോളജി, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ വലിയ സഹകരണം വർദ്ധിക്കുകയും ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ചുമത്തിയ അധിക നികുതികൾ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതോടെ മുൻപുണ്ടാക്കിയ ചർച്ചകളിൽ വലിയ അനിശ്ചിതത്വം ഉടലെടുത്തു. US-ൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, നട്ട്സ്, ജനിതക മാറ്റം വരുത്തിയ വിളകൾ, ഡയറി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം വേണമെന്ന് US ആവശ്യപ്പെടുന്നതും ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായി. നിലവിലുണ്ടായിരിക്കുന്ന ചർച്ചകളിലെ പുരോഗതി ഓഹരി വിപണികൾക്കും അനുകൂലമാകുമെന്നാണ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.